ഒരു പ്രായമുള്ള ഉമ്മയും ഉപ്പയും ഒരിക്കൽ ഇവിടെ വന്നിട്ട് വിദൂര സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് അവരിവിടെ വരുന്നത്. അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വീട്ടിലേക്ക് കയറിയാൽ സമാധാനമില്ല. അത് വീട്ടിലുള്ള മക്കളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വീട്ടിലുള്ള കുടുംബജീവിതം നയിക്കുന്ന പുതിയതായി കടന്നു വന്ന മരുമക്കളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്, തീരെ സമാധാനമില്ല, സന്തോഷമില്ല. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ്, ബഹുമാനം ഇതൊന്നും നൽകാൻ കഴിയുന്നില്ല. ഒരു എന്തോ ഒരു അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പലയിടങ്ങളിലും പോയിട്ട് സിഹറാണ്, ആരോ കുടുംബം നശിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വളരെ വിഷമത്തോടും പ്രയാസത്തോടുകൂടെ വന്നത്. നമ്മളവരോട് ചോദിച്ചാൽ എന്താണ് നിങ്ങളെ വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല, ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നെ. അപ്പോൾ ഞാൻ അവരുടെ ജീവിതത്തിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ മക്കൾ നല്ല സമ്പാദ്യമുള്ളവരാണ്, നല്ല ജോലി ചെയ്യുന്നവരാണ്, അവരുടെ ഭാര്യമാർക്കും ജോലിയുണ്ട്, നല്ല സമ്പത്തുണ്ട്, വീട്ടിൽ 3 വാഹനങ്ങളുണ്ട്, അത്യാവശ്യം സമ്പന്നതയിലുള്ള സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബവും കൂടെയാണ്. പിന്നെ എന്തേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്തത് ഇതാണെന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തത്, അവരൊരു പക്ഷെ അത്രയും ദൂരെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർ പ്രതീക്ഷിച്ച രൂപത്തിൽ ഇങ്ങനെ അവരൊക്കെ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പോകുന്നതുകൊണ്ട് ഒരു തേങ്ങ ഉടയ്ക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ തകിടിൽ എഴുതുന്നതോ മുട്ടയിൽ മന്ത്രിച്ച് കൊടുക്കുന്നതോ തകിട് ഒക്കെ എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വലിയ സംഭവമാക്കിയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ അവരോട് കൃത്യമായി പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവരത് പാരായണം ചെയ്ത് 40 ദിവസമായിട്ടേ ഉള്ളൂ. പതിയെ പതിയെ അവർ പരസ്പരം പിണങ്ങി നിന്നവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി, ഇടപെടാൻ തുടങ്ങി, അവരുടെ സമാധാനവും സന്തോഷവും തിരിച്ചു ലഭിക്കാൻ തുടങ്ങി. ഇതൊന്നും നമ്മുടെ മഹത്വം കൊണ്ടൊന്നുമല്ല. ഇത് വിശുദ്ധ ഖുർആൻ അവരുമായി ബന്ധപ്പെട്ട് അവർ ആ അമല് വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച സന്തോഷങ്ങളാണ്. യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരാളും അവരെ ജീവിതമോ കുടുംബമോ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഇതിനോടകം തന്നെ വിളിച്ചു, നിങ്ങളുടെ മക്കളെ ദർസിലേക്ക് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മതവും ഭൗതികവും ഒക്കെ നല്ല രൂപത്തിൽ പഠിപ്പിച്ച് അവർക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഉന്നതമായൊരു സ്ഥാനത്തെത്തിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് അനുഭവമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ദർസ് നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതലൊക്കെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അവർ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന അല്ലാഹ് ആരാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് നമ്മോട് പറഞ്ഞത്, മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രൂപത്തിൽ ജീവിക്കുന്ന മക്കളായിരിക്കുകയാണ് ആരും ആഗ്രഹിക്കുന്നതാണ്. പുതിയ കാലത്തുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ദർസിൽ ചേർക്കാവുന്നതാണ്. നിലവിൽ നമ്മുടെ ദർസിൽ പഠിക്കുന്ന കുട്ടികളോടൊപ്പം അവർക്കും പഠിക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ നോമ്പുതുറയിലേക്ക് നിങ്ങളൊക്കെ ഒരുപാട് ആളുകളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഒരു 10 പേരുടെ 20 പേരുടെ 50 പേരുടെയൊക്കെ നോമ്പുതുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഇൻഷാ അല്ലാഹ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ നൽകിയാൽ വലിയ സന്തോഷമാകും. ഇൻഷാ അല്ലാഹ്
വിശുദ്ധ റമളാനിൽ നമ്മൾ നൽകുന്ന ഏറ്റവും പുണ്യകരമായൊരു കർമ്മവും കൂടെയാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അടുത്തൊരു റമളാനിൽ നമ്മൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനോട് പൊതുവിലും അൽ ബഖറ അധ്യായത്തോട് വിശേഷിച്ചും പിശാചിന് വെറുപ്പാണ് എന്ന് മാത്രമല്ല കഠിന വെറുപ്പാണ് എന്നുള്ളതാണ്. ഏതാണ് സൂറത്ത്? അൽ ബഖറ സൂറത്ത്. അൽ ബഖറ സൂറത്ത് ഖുർആനിനോട് മൊത്തത്തിൽ പിശാചിന് വെറുപ്പാണ്. അൽ ബഖറ എന്ന് പറയുന്ന അധ്യായം ഉണ്ടല്ലോ, ആ അധ്യായം നമ്മളൊക്കെ വലിയ സൂറത്താണെന്ന് മനസ്സിലാക്കിയ ആ സൂറത്ത്, അതിനോട് വിശേഷിച്ചും പിശാചിന്, ശൈത്വാനിന്, പൈശാചികതയ്ക്ക് വലിയ വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെയോ ഉണ്ടോ അവിടെ നിന്നെല്ലാം ആ പിശാചിനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള നല്ലൊരു മെഡിസിനാണ്, സ്പിരിച്വൽ മെഡിസിനാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ബഖറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജഅലു ബുയൂതക്കും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുത്. അൽ ബഖറ സൂറത്ത് ഓതപ്പെടുന്ന വീട്, ഇന്ന ശൈത്വാന യംഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഹു ഫീഹി സൂറത്തുൽ ബഖറ, തീർച്ചയായിട്ടും സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടുക തന്നെ ചെയ്യുമെന്ന് ഹദീസിൽ വന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ ഒരു വിഷയമാണ് പറയുന്നത്. നമ്മളിവിടെ നിഗൂഢമായ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ നോക്കൂ, വീട്ടിൽ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണത്. മുസ്ലിമിലുള്ളൊരു ഹദീസാണ് ഈ പറഞ്ഞത്. അപ്പോൾ സ്വഹീഹ മുസ്ലിമിലുള്ളതാണ്, സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഈ ഹദീസിൽ സൂറത്തുൽ ബഖറ വീട്ടിലുണ്ടോ? പൈശാചികത, പിശാച് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ പറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിലെ ഐക്യമുള്ള വീടാവൂലേ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ അക്രമങ്ങൾ ഉണ്ടാകുമോ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനൈക്യത്തിലായിട്ടുണ്ടാകുമോ? ഒന്നും സംഭവിക്കൂല. കാരണം പിശാചാണ് ഇതിനൊക്കെ പിന്നിൽ, ഷൈത്വാനാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. അതിൽ നിന്നൊക്കെ വലിയ രക്ഷയും സമാധാനവും കിട്ടാൻ നമുക്ക് വലിയ കാവലാകുന്ന സൂറത്താണ് സൂറത്തുൽ ബഖറ. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കുകൂടെയാണല്ലേ. അതായത് നമുക്ക് സുഹൃതങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ വീട് അത് നല്ല വീടായിരിക്കണം, അത് ശ്മശാന രൂപത്തിലേക്ക് ആകരുത്. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തന്നെ പറയും, ലാ തജഅലു ബുയൂതക്കും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനത്തിന് തുല്യമായി കാണരുത് എന്നുള്ളത്. നിങ്ങൾ മരണപ്പെട്ടവരെ വീടുകളിൽ മറമാടരുത് എന്ന അർത്ഥമൊക്കെ അവിടെ ഉദ്ദേശിക്കുക. എന്നാലും നമ്മളിവിടെ വീട് ദീനിൻ്റെ സുഹൃതങ്ങളെ കൊണ്ട് അതിങ്ങനെ സജീവമാകണം എന്നുള്ളതാണ്. അൽ ബഖറ പൂർണ്ണമായും പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ് അല്ലേ. എല്ലാവർക്കും അറിയാം അൽ ബഖറ വലിയൊരു സൂറത്താണ്. ഇനി അൽ ബഖറ പൂർണ്ണമായും പാരായണം ചെയ്യാൻ പ്രയാസമാണെങ്കിൽ അതിലെ ഒടുവിലത്തെ 2 വചനങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യുന്നത് പിശാചിൻ്റെ സാന്നിധ്യത്തെ ഒഴിവാക്കാൻ വലിയ കാവലാണ്. അതൊരു രക്ഷാ കവചമാണ്, അതൊരു മുൾവേലിയാണ്. സൂറത്തുൽ ബഖറയിലെ പൂർണ്ണമായി പാരായണം ചെയ്യാൻ സാധിക്കാത്ത സമയങ്ങളിൽ അതിലെ ഒടുവിലത്തെ 2 വചനങ്ങൾ പാരായണം ചെയ്യുക എന്നുള്ളത്. അതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ നോക്കൂ, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാനഭൂതലങ്ങൾ ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ബി അൽഫൈ ആം 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിതാബിനെ ഇറക്കിയിട്ടുണ്ട്, ഒരു ഗ്രന്ഥം ലേഖനം ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. അതിൽ അവതരിച്ച അൻസല മിൻഹു ആയത്തൈനി ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ, അതിൽ അവതരിച്ച 2 ആയത്തുകൾ കൊണ്ടാണ് സൂറത്തുൽ ബഖറ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ സൂറത്തുൽ ബഖറ അവസാനിപ്പിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനഭൂതലങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 മുമ്പ്
അള്ളാഹു രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിലുള്ള 2 ആയത്തുകളെ കൊണ്ടാണ് സൂറത്തുൽ ബഖറ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു വീട്ടിലാണോ ആ ആയത്തുകളെ ഓതുന്നത് 3 ദിവസം തുടർച്ചയായിട്ട്, വലാ യുഖ്റആനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റബുഹാ ശൈത്വാനുൻ. എന്താണ് പറഞ്ഞത്? വലാ യുഖ്റആനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റബുഹാ ശൈത്വാൻ. ആ വീട്ടിൽ, ഏതൊരു വീട്ടിലാണോ 3 ദിവസങ്ങളിൽ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുന്നത്, അങ്ങനെ പാരായണം ചെയ്തിട്ട് ആ വീട്ടിലേക്ക് പിശാച് വരിക എന്നുള്ളത് സംഭവിക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ ഒരു വീട്ടിൽ സംഭവിക്കില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ബഖറയുടെ ഒരു മഹത്വം, അവസാനത്തെ ആ 2 വാചനങ്ങളിലുള്ള മഹത്വം, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ വളരെ സവിശേഷമേറിയ 255-ാമത്തെ ആയത്ത്, ആയത്തുൽ കുർസി, അത് ആയത്തുകളുടെ നേതാവാണ്. പിശാചിന് ഇത്രമേൽ അലോസരമുണ്ടാക്കുന്ന ആയത്ത് ഏതാണ്? ഈ ആയത്തോതുന്നവർ ഉറക്കത്തിൽ പോലും പിശാച് ഉപദ്രവിക്കുകയില്ല. ഇക്കാര്യം ഇബ്ലീസ് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ പല സമയവും അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഓതപ്പെട്ടിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായത് നിങ്ങൾ അനുഭവത്തിലുണ്ടെങ്കിൽ പറ. സംഭവിക്കില്ല. നമ്മൾ അത്രേ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ, അതിലപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഡെയിലി റൊട്ടീനിൽ അവർക്ക് ഉണ്ടായ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ സന്തോഷവും സമാധാനവും തിരിച്ചു ലഭിച്ചു. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ്, അതുമാത്രം മതി നല്ല ഫലവും നല്ല റാഹത്തും നല്ല റിസൾട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ. അള്ളാഹു നമുക്ക് ഖൈറാത്തുകൾ നൽകട്ടെ, ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്ത് ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.